ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ ഗോവൻ ട്രിപ്പിലെ സെക്കൻഡ് ഡേയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേ രാവിലെ 7 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായി പോകുന്നത് എങ്ങോട്ടേക്കാണെന്നല്ലേ, വാട്ടർ റൈഡ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം അത് ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെ കൊണ്ടുവരാനുള്ള വണ്ടി ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് കിടന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കേണ്ടത് ഞങ്ങളോട് വരാൻ പറഞ്ഞു. പക്ഷെ നമ്മൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തിനതുകൊണ്ട് മിസ്സാക്കണം, നമ്മളതുകൊണ്ട് അത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒട്ടും സമയമില്ലായിരുന്നു. അയാൾ നമ്മളെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മളത് കഴിഞ്ഞിട്ട് വേഗം അവിടെ എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം വേഗം കഴിക്കാമെന്നതാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. ആക്ച്വലി ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു കുറച്ച് മുന്നേ, അതായത് ഒരു അരമണിക്കൂർ മുന്നേ എണീറ്റ് ഇതൊക്കെ അറ്റ്ലീസ്റ്റ് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. എന്നാലും മാക്സിമം സാധനങ്ങൾ ഞങ്ങൾ ഓരോരോ പീസ് വെച്ച്, ഇഡ്ഡലിയൊക്കെ കണ്ടോ ഒരെണ്ണം എടുത്തോളൂ. ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് വയറ് എന്തെങ്കിലും ഒന്ന് ഫില്ലാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് പിന്നെ എപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പറ്റുകയെന്ന് അറിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ കൈ കെട്ടിയ മഫനും തിന്നുകൊണ്ട് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. പിന്നെ എൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് സ്വിം സ്യൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്വിം സ്യൂട്ട് ഇട്ടുകൊണ്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും സ്വിം സ്യൂട്ടിൻ്റെ പുറമെ വേറെ ഒരു ഡ്രസ്സോടെ എടുത്തു അവിടെ ചെല്ലണ വരെ ഇടാനായിട്ട്. ഈ ഒരു കുഞ്ഞ് ട്രാവലറിലാണ് ഞങ്ങൾ പോണത്. ഒരു 17 പേരോളം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളിതാ മഹാരാഷ്ട്ര ബോർഡറിൽ എത്തിയിരിക്കുന്നു. ഞെട്ടണ്ട ഗൈസ്, നിങ്ങളെപ്പോലെ ഞങ്ങൾ ഞെട്ടി. ഞങ്ങൾ ഗോവയിലാണോ വന്നത് മഹാരാഷ്ട്രയിലാണോ വന്നത് ഞങ്ങൾക്ക് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി പെട്ടെന്ന്. അവിടുന്ന് പിന്നെയും കുറേ ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തിയത്. ഇവിടെയാണെങ്കിലോ നല്ല മീനിൻ്റെ സ്മെല്ലും ഒക്കെ. ഞങ്ങൾ 3 പേരും തീരുമാനിച്ചു എന്തായാലും നമ്മളിവിടെ വാട്ടർ റൈഡിനൊന്നും ഇറങ്ങണില്ല, കാരണം നല്ല സ്മെല്ലുണ്ടായിരുന്നു. കാശ് പോയാലും വേണ്ടില്ല, ഇത്രയും വൃത്തിയില്ലാത്ത സ്ഥലത്ത് എന്തായാലും നമ്മൾ ചെയ്യണില്ലാന്ന് തീരുമാനിച്ചു. പക്ഷേ അവിടുന്ന് കുറച്ച് ദൂരോടെ പോയിട്ടാണ് നമ്മൾ ഈ വാട്ടർ റൈഡൊക്കെ ചെയ്യുന്ന സ്ഥലത്തെത്തിയത്. ഇത് കണ്ടപ്പോൾ പിന്നെയും മനസ്സിനൊരു ഓക്കെ, കുഴപ്പമില്ല, ഇവിടെ സ്മെല്ലൊന്നുമില്ല, നല്ല വെള്ളമാണെന്ന് ഞങ്ങൾ വിചാരിച്ച് മനസ്സിനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടെ അങ്ങ് സ്വയം സന്തോഷിക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും ആട്ടെ, നമ്മൾ ഇറങ്ങാം, ഇവിടെ വെള്ളത്തിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സ്വയം സമാധാനിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ അവരൊരു പെട്ടിയുടെ ഉള്ളിൽ അങ്ങനെ ഇട്ടേക്കായിരുന്നു. പിന്നെ എല്ലാം നനഞ്ഞ് ഞങ്ങൾ പിന്നെ അത് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ചിട്ട് ലൈഫ് ജാക്കറ്റ് ഇടാതെ എന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് റൈഡ് ചെയ്യാനായിട്ടാണ് ഈ പോണത്. നമ്മുടെ വണ്ടി വന്ന പോലെ എല്ലാവരും കൂടി ക്യൂ നിൽക്കാനാണ് പോണത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ വണ്ടിയിൽ വന്നതുവരെ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ബാഗ ബീച്ചിലാണ് ഇത് ചെയ്യാൻ പോകണമെന്നാണ്. കാരണം ബാഗ ബീച്ചിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഈ സാധനം ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കണില്ല അവിടുന്ന് നമ്മൾ എന്താ പറയുക 2.5 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് മഹാരാഷ്ട്രയും കടന്നിട്ട് നമ്മൾ പോയി ചെയ്യുമെന്ന് ഒട്ടും വിചാരിക്കില്ല. വെള്ളത്തിനൊന്നും സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഈ ചെയ്യുന്ന സ്ഥലത്ത് വെള്ളമൊക്കെ പക്ക നീറ്റായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു, നല്ലതായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചത് ഇതൊന്നും ആയിരുന്നില്ല. നമ്മൾ ടോട്ടലി എന്താ പറയുക, നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. എന്നാലും പിന്നെ നമ്മൾ വന്നല്ലോ, എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. ഇതേ ഫസ്റ്റ് ചെയ്യാൻ പോണ റൈഡ് നമ്മൾ ഇതാണ്. നമുക്ക് ഈ ഓഫറിലുണ്ടായിരുന്നത് 5 വാട്ടർ റൈഡ് ചെയ്യാനായിരുന്നു. 5 എണ്ണത്തിനും കൂടി 1500 രൂപയായിരുന്നു അന്ന് ഓഫറിൽ കിട്ടിയത്. അന്ന് ബാഗ ബീച്ചിൽ നിന്ന് എടുത്ത എല്ലാവരും ഇങ്ങോട്ടേക്ക് തന്നെയാണ് വന്നത്. ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത് അന്ന് ബാഗ ബീച്ചിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് അവിടെ വാട്ടർ സ്പോർട്സ് ഒന്നും നടക്കണില്ല. അതുകൊണ്ടാണ് അവർ ഈ മഹാരാഷ്ട്ര വരെ നമ്മളെ കൊണ്ടുവന്നിട്ട് വാട്ടർ റൈഡിനൊക്കെ ചെയ്തത്. അങ്ങനെ സകലമാന ദൈവങ്ങളെ വിളിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് റൈഡ് കയറാൻ പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാട്ടർ റൈഡിലൊക്കെ കയറുന്നത്, ഇങ്ങനെ കടലിൽ. അല്ലാതെ വണ്ടർലേ പോയിട്ട് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഒരു വാട്ടർ റൈഡും ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പേടിയുണ്ടായിരുന്നു, നല്ല തിരമാലയായിരുന്നു വന്നത്. തിരമാലയ്ക്ക് നല്ല ഉപ്പും ഉണ്ടായിരുന്നു. കണ്ണി പോകുമ്പോൾ നന്നായിട്ട് നീറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞ് ജീതു പോയി നമ്മളെ നല്ല തിരക്കടയൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ നമ്മൾ പേടിച്ച് പോകും. ഞാൻ ആ സമയത്തൊക്കെ കണ്ണടച്ചാണ് ഇരുന്നത്. ഈ പോണത് ജ്യോതിയാണ് കേട്ടോ. അവളുടെ തുടക്കത്തിൽ പോണത് കിട്ടിയില്ല പെട്ടെന്ന്. നമ്മുടെ ഫസ്റ്റ് റൈഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ ഒരു റൈഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു ഹാപ്പിനെസ് വന്നു. നമ്മൾ ഓക്കെ, ഇനി കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച്. ഇവൾ ചാടുമ്പോൾ തന്നെ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണു കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ വന്നവരെ എല്ലാവരെയും ആദ്യത്തെ റൈഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ നമ്മൾ സെക്കൻഡ് റൈഡിലേക്ക് കയറ്റുള്ളൂ. അടുത്ത റൈഡ് കയറുന്ന ഗ്യാപ്പിൽ നമുക്ക് എന്നാലും ഇങ്ങനൊരു അബദ്ധം പറ്റിയല്ലോ, എന്നാലും നമുക്ക് എന്ത് ചതിയെ പറ്റിയതെന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇവിടുന്ന് ഇനി 2.5 മണിക്കൂർ എത്തണം നമ്മുടെ ഹോട്ടലിൽ എത്താനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി തന്നെ നമ്മുടെ ജ്യോതിക
പുള്ളിയുടെ ഫ്ലൈറ്റും ഞങ്ങളുടെ ട്രെയിനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ടൈമിന് അവിടെ എത്താൻ പറ്റുമോ എന്നുള്ള ഡിസ്കഷനും നമ്മൾ അതിൻ്റെ ടെൻഷനും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഇത് ഈ കാണുന്ന റൈഡില്ലേ, ഇതിൽ നമ്മളെല്ലാവരും കയറി. പക്ഷെ അതിൻ്റെ വീഡിയോ നമ്മൾ എടുക്കാനായിട്ട് ഒരു ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. പക്ഷെ പുള്ളി വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി. അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ കിട്ടിയില്ല. അതും നല്ല രസമായിരുന്നു കേട്ടോ ആ റൈഡ്. അവരാണെങ്കിൽ വേഗം കയറി എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നല്ല തിരമാല അടിക്കണ കാരണം നമുക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ നമ്മൾ തന്നെ ഇങ്ങനെ ശ്രമിച്ച് കയറണം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത്. പിന്നെ എനിക്ക് പുറകെ കയറാനും പേടിയാണ്. ഞാനതുകൊണ്ട് ഇവരെ രണ്ടുപേരെ നടുക്കാൻ ഞാൻ ഇരിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ജീതുവിന് എന്നെ പിടിക്കുകയും ചെയ്യാം, ജ്യോതിനെ എനിക്ക് പിടിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരെ നടുക്കാൻ ഇരിക്കാമെന്ന് വെച്ചത്. നമ്മുടെ ഈ റൈഡിൻ്റെ വള്ളി സ്പീഡ് ബോട്ടിൽ കെട്ടിയിട്ടിട്ട് ആ സ്പീഡ് ബോട്ട് നല്ല സ്പീഡിൽ നമ്മൾ ഓടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യണത്. ഈ സ്ഥലത്താണെങ്കിൽ നല്ല തിരമാല ഉണ്ടായിരുന്നു. നമ്മളുടെ സ്പീഡ് ബോട്ടിൽ കെട്ടണതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു റൈഡ് ഭയങ്കരമായിട്ട് തിരമാലയിൽ കയറി പോവുമായിരുന്നു. അപ്പം നല്ല പേടി ഉണ്ടായിരുന്നു. കാരണം ഈ റൈഡിൽ ആ പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവസാനം നമ്മൾ ഈ കടലിലേക്ക് ചാടിച്ച് മറിച്ചിടുമായിരുന്നു. അപ്പോൾ അത് ഓർക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മൂക്കിലും വായിലും ഒക്കെ വെള്ളം കയറിയാലോ, എങ്ങാനും മുങ്ങിപ്പോയാലോ. കാരണം നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ പോലും ഈ ലൈഫ് ജാക്കറ്റിൽ വലിയ വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇത് ചുമ്മാ കൂട്ടം കൂട്ടി ഇട്ടേക്കുമായിരുന്നു, ഫുള്ള് നനഞ്ഞ്. അപ്പോൾ ഇത് വർക്കാവുമോ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പം ഞങ്ങളെല്ലാവരും സകല ദൈവങ്ങളെയും വിളിച്ചിട്ട് പോണതാണിത്. ഇത് നല്ല സ്പീഡിലാണ്, നിങ്ങൾ കാണുന്ന പോലെ അല്ല കേട്ടോ, നമ്മൾ നല്ല സ്പീഡിലാണ് തിരമാലയുടെ മുകളിൽക്കൂടെ കൊണ്ടുപോകണത്. പിന്നെ കാണുമ്പോൾ പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഹാപ്പിയായി, നമ്മൾ നല്ല സ്പീഡിലൊക്കെ പോണു. അപ്പോൾ തിരിച്ച് വരാൻ നേരത്ത് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ ഞങ്ങളെ മറിച്ചിടരുത് കേട്ടോ, ഞങ്ങൾക്ക് പേടിയാണ്, ഇത്രയും സ്പീഡിൽ കൊണ്ടുപോയത്, ഇനി സ്പീഡ് എടുക്കല്ലേ, കാരണം നല്ല സ്പീഡിൽ പോയപ്പോൾ പറഞ്ഞു സ്പീഡ് എടുക്കല്ലേ ചേട്ടാ, ഇത്രയും മതി, ഞങ്ങളെ മറിച്ചിടല്ലേ കേട്ടോ ചേട്ടാ, പ്ലീസ് ഞങ്ങളെ മറിച്ചിടരുത്. ഇവിടെയൊക്കെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളെ മറച്ചിടില്ല എന്ന്. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു, നിർത്തിയിടി നമ്മളെ മറക്കില്ലെന്ന് പറയുകയും ചെയ്തു. പറയുകയല്ല, പുള്ളി ഇതേ ഒരൊറ്റ മറച്ചിടൽ. എൻ്റെ ദൈവം, വെള്ളത്തിൽ ചാടിയതും ഓർക്കണ്ട്. എന്നിട്ട് വേഗം തന്നെ തല പൊക്കി എടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണതാണ്. അതിലും നമ്മൾ ഹാപ്പി ആയിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. വെള്ളത്തിൽ പോയെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആ ഒരു 3 റൈഡുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഊരി വെച്ചിട്ട് നമ്മൾ ഇനി പാരാസെയിലിങ്ങിനാണ് പോണത്. അപ്പം നമ്മളെ കൊണ്ടുപോകാനുള്ള ബോട്ട് വരും. ആ ബോട്ടിലുണ്ടാവും എന്താ പറയുക, നമുക്ക് ഉള്ള ലൈഫ് ജാക്കറ്റുകളൊക്കെ. ആ ബോട്ടിൽ വന്ന് ആ പാരാസെയിലിങ്ങിന് ഒരു സെറ്റ് ആളുകൾ പോയവർ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഇതിൽ കയറുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല തിരമാല വന്നതുകൊണ്ട് തന്നെ ഈ ബോട്ടിൽ ചാടി കയറാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അത്യാവശ്യം നല്ല പൊക്കമുള്ള ബോട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ചാടി ആരുടെ ഹെൽപ്പില്ലാതെ കയറാനായിട്ട് നമ്മൾ വലിഞ്ഞു കയറിയാലും പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഹെൽപ്പിനുള്ളൊരു ചേട്ടൻ നമ്മളെ പിടിച്ചിട്ട് നമ്മൾ പിന്നെ വലിഞ്ഞു കയറുകയാണ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ തിരമാല 2-3 തവണ വന്ന് നമ്മൾ വീഴുകയും ഒക്കെ ചെയ്തു. അപ്പോൾ പിന്നെയും പേടിയായി നമുക്ക്. ഈ ഒരു ട്രിപ്പിൽ നമ്മുടെ മെയിൻ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ 3 പേരും ഉള്ള ആദ്യത്തെ ഒരു ട്രിപ്പാണ്. കല്യാണത്തിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു ട്രിപ്പ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇത്രയും ദൂരെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണത്. പിന്നെ അതിൻ്റെ ഒരു പ്ലാനിങ്ങിൻ്റെ മിസ്റ്റേക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു ട്രിപ്പ് വരുമ്പോൾ ആ മിസ്റ്റേക്ക് എല്ലാം നമ്മൾ മാറ്റിയിട്ട് ഇനി അടുത്തൊരു ട്രിപ്പിന് പോകുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചായിരുന്നു. എന്തായാലും ഇത് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പല്ലേ, അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ എന്തായാലും മിസ്റ്റേക്കൊക്കെ കാണാം. അപ്പോൾ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് വേണം നമ്മുടെ ഇനിയൊരു സെക്കൻഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഈ അടുത്തൊന്നും ഉണ്ടാവില്ല, ഇതേപോലെ ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി കേട്ടോ ഇനി നമ്മുടെ ട്രിപ്പൊക്കെ കാണുക. കാരണം എല്ലാവരും പല സ്ഥലത്താണ്. അപ്പോൾ എല്ലാവരും കൂടി ഒപ്പം വരണം. ഇതേ കണ്ടില്ലേ, നല്ല തിരമാല വരുമ്പോൾ ബോട്ടെല്ലാം ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും ബോട്ടിൽ കയറിയിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ പാരാസെയിലിംഗ് ചെയ്യണതിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ ഓരോരുത്തർ ചെയ്യണതൊക്കെ നമ്മൾ നോക്കുമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസാണ് ഇത്. നമ്മുടെ എല്ലാ വാട്ടർ റൈഡും നമ്മൾ ആദ്യമായിട്ട് തന്നെ ചെയ്യണതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊരു സ്കൂബ ഡൈവിങ്ങോടെ ഉണ്ട്. അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ സ്പോർട്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒത്തിരി ഏകദേശം ഉൾക്കടലിൻ്റെ അങ്ങോട്ടേക്ക് ഒത്തിരി പോയായിരുന്നു. ഒത്തിരി നേരം ഈ ബോട്ടിൽ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ വരില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നം, എനിക്കും ജ്യോതിക്കും അങ്ങനത്തെ
അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ബോട്ടിൽ ചെന്നിട്ട് നമ്മൾ പാരാസെയിലിംഗ് ചെയ്യണതിൻ്റെ അവിടെ ഒരു ബോട്ടുണ്ട്, അങ്ങോട്ടേക്ക് കയറ്റും. ഫസ്റ്റ് ജീതുവാണ് പാരാസെയിലിംഗ് ചെയ്യാൻ പോയത്. ദേ ആ പോണത് അവളാണ്. ആ ടൈമിന് എനിക്കും ജ്യോതിക്കും ഛർദ്ദിക്കാൻ വന്നിട്ട് ജ്യോതി അവിടെ ദേ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്നു, ഞാൻ അവിടെ ഇരുന്ന് ഛർദ്ദിക്കലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീതുവിൻ്റെ വീഡിയോ എടുത്തത് നമ്മുടെ കൂടെ വന്ന ഒരു കപ്പിളാണ്. ജീതുവിൻ്റെ വീഡിയോ എടുക്കാൻ നമ്മൾ ഫോൺ കയ്യിൽ കൊടുത്തു. വളരെ കുറച്ച് സെക്കൻഡ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പാരാസെയിലിംഗ് നമ്മൾ ചെയ്യിക്കണത്. അതല്ലാതെ എക്സ്ട്രാ വെള്ളത്തിലൊക്കെ മുക്കും എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ കാശ് കൊടുക്കണമായിരുന്നു. ആ സമയത്ത് നമുക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ നമുക്ക് വയ്യാത്തതുകൊണ്ട് ജീതു ആണെങ്കിലും ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഈ പോണത് ഞാനാണ് കേട്ടോ. എന്തായാലും കയറാമെന്ന് വിചാരിച്ചു. ഛർദ്ദിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒന്ന് ഓക്കെ ആയപ്പോഴത്തേക്കും ഞാനും കയറാൻ പോയി. എൻ്റെ വീഡിയോ എടുത്തത് ജീതു ആണ് കേട്ടോ. ഇങ്ങനെയൊന്ന് കൊണ്ടുപോയി. ഞാൻ കണ്ണടച്ചാണ് കേട്ടോ ഇരുന്നത്. കണ്ണടച്ച് മുകളിലേക്ക് പോയപ്പോഴത്തേക്കും, കാരണം ഇനി ഛർദ്ദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. വേഗം അത്രയും സെക്കൻഡുകൾ മാത്രമാണ് നമ്മൾ കൊണ്ടുപോകണുള്ളൂ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ജ്യോതിയും കൂടെ പോയി. നമ്മൾ വിചാരിച്ചു എന്തിനാ വെറുതെ പോവാതിരിക്കണത്, ഇത്രയും വരെ വന്ന് ഈ കടലിൻ്റെ ഇവിടം വരെ വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് ഛർദ്ദിച്ചതൊക്കെയല്ലേ, അപ്പോൾ അതുകൊണ്ട് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചത് നമ്മൾ രണ്ടുപേരും അതോടെ ചെയ്തിട്ട് വന്നു. അപ്പോൾ അതൊക്കെ ചെയ്തതിൽ നമ്മൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ വന്ന് നേരെ വണ്ടിയിലിരുന്നു. ഞാൻ ജീതുവിനോടും ജ്യോതിയോടും പറഞ്ഞു, നിങ്ങൾ പോയി സ്കൂബ ഡൈവിങ് ചെയ്തോ, എന്നെക്കൊണ്ട് എന്തായാലും അത് പറ്റില്ല. വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങണ കാര്യം ചിന്തിച്ചപ്പോൾ എനിക്ക് നല്ല പേടിയായി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ജീതുവും ജ്യോതി ഇതാ തിരിച്ചു വന്നു. അവരും ചെയ്യണില്ല എന്ന് പറഞ്ഞു. അവിടെ ഒത്തിരി ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും നേരം നമ്മൾ നിന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ എത്തുമ്പോൾ വൈകും. പിന്നെ നമുക്ക് നമ്മുടെ ട്രെയിനൊന്നും കിട്ടില്ല. ഫ്ലൈറ്റിന് പ്രശ്നം ഉണ്ടാവില്ല, കാരണം ജ്യോതിയുടെ ഫ്ലൈറ്റ് രാത്രി 1:30-ക്കായിരുന്നു. നമ്മൾ വേറെ വണ്ടിയിൽ എക്സ്ട്രാ കാശ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ കയറി പോകുന്നത്. കാരണം നമ്മുടെ വണ്ടി വരാനായിട്ട് താമസിക്കും. ഹോട്ടലിൽ ചെന്ന് നേരെ നമ്മുടെ സ്കൂട്ടർ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ സ്കൂട്ടർ കൊടുക്കാനായിട്ടാണ് ഈ പോണത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി കിട്ടാനായിട്ട് വൈകും. നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു ടാക്സി നമുക്ക് ആ സ്കൂട്ടറായിട്ട് അറേഞ്ച് ചെയ്തു. ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ കാശ് കൊടുത്ത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ട്രെയിൻ പിടിക്കാനായിട്ട് നമ്മൾ ചെല്ലണത്. അവിടെ നിന്ന് ടാക്സിയിൽ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ വന്നു. നമ്മളാണെങ്കിൽ ഒരു ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഉച്ചയ്ക്കും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ വിശന്ന് ആകെ ക്ഷീണിച്ച് മനസ്സ് മടുത്തൊരവസ്ഥയിലാണ് നമ്മൾ ഇവിടെ എത്തിയത്. നമുക്ക് ട്രെയിൻ മിസ്സായിപ്പോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് നമ്മുടെ കയ്യിൽ ആൻസർ ഉണ്ടായിരുന്നില്ല. ഫൈനലി നമ്മൾ ഒരു AC കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു എടുത്തത്. നമ്മൾ നമ്മുടെ സീറ്റിലെത്തി. ഈ ട്രെയിനിൽ നമ്മൾ ട്രെയിനിൽ ഇരിക്കുന്നവരെ നമുക്ക് വിശ്വാസം ഉണ്ടാവാറുന്നില്ല നമുക്ക് ഈ ട്രെയിൻ കിട്ടും, നമ്മൾ തിരിച്ച് വീട്ടിൽ ആ ടൈമിന് എത്തും എന്നുള്ളത്. നമ്മൾ ആകെപ്പാടെ ഒരു വിഷമിച്ച ഘട്ടത്തിൽ കൂടിയാണ് ഒരു 3-4 മണിക്കൂർ കടന്നു പോയത്. പിന്നെ കുറേ ചിപ്സൊക്കെ ഉണ്ടായിരുന്നത് മേടിച്ച് നമ്മൾ തിന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാനും ജീതുവും കൂടി ട്രെയിനിലിരുന്ന് 2-3 റീലെടുത്തു. കാരണം നമുക്ക് റീലൊന്നും നമ്മൾ വിചാരിച്ച പോലെ അവിടെ ചെന്നപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഒത്തിരി ഒത്തിരി എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫസ്റ്റ് നമ്മുടെ ഗോവ ട്രിപ്പിൽ നമുക്ക് കിട്ടി. അതൊക്കെ ഈ ഒരു വീഡിയോ കൂടെ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, കാരണം കുഞ്ഞു ഷോർട്സും ചെറിയൊരു വീഡിയോ അല്ലേ. അപ്പോൾ നമ്മുടെ ഫുൾ എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റില്ല. മുടി ചെയ്തതൊന്നും ഞാൻ കളഞ്ഞില്ല, കാരണം ഗോവയിൽ പോയ ഓർമ്മയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ചച്ചുവിനെയും വരുണിനെയും ഒക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചു. കൈ കിട്ടിയ ബാൻഡ്, മുടി ചെയ്തത്, അതേപോലെ തന്നെ കാലിൽ അവിടെ നിന്ന് ഞങ്ങൾ 3 പേരും ഒരേപോലത്തെ ഒരു ആംഗ്ലറ്റ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതൊന്നും കളഞ്ഞില്ല കാണിക്കാനായിട്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് ട്രിപ്പല്ലേ, അതിൻ്റെ പ്രശ്നങ്ങളല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ സമാധാനിച്ചു. നമ്മൾ അങ്ങനെ എറണാകുളം നോർത്തിൽ എത്തി. അവിടെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് വരുമായിരുന്നു. ഞാനും ചെയ്തുവാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഫൈനലി നമ്മൾ വീടെത്തിയിടി, നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ നമുക്ക് എത്താൻ പറ്റി. നമ്മൾ വിചാരിച്ചിരുന്നു നമുക്ക് ഈ ട്രെയിൻ കിട്ടും, നമ്മളതിൽ കയറും, നമുക്ക് എത്താൻ പറ്റുമെന്ന്. പിന്നെ AC കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഉറങ്ങാനൊക്കെ പറ്റി. നമ്മൾ പിന്നെ ഇറങ്ങിയെടുത്ത് ഭയങ്കര യൂറിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. അതാണ് ഞാൻ മൂക്ക് അങ്ങനെ പിടിച്ചിരുന്നത്. അങ്ങനെ ഫൈനലി വരണെത്തി നമ്മളെ കൊണ്ടുപോകാനായിട്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വണ്ടി കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാനാണ് പോയത്, കാരണം രാത്രി ഒന്നും നമ്മൾ കഴിച്ചില്ല. കുറേ പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലമൊക്കെ നോക്കി കിട്ടി. ലാസ്റ്റ് റോയലിൽ തന്നെയാണ് പോയത്. റോയലിൽ എത്തിയിട്ടൊരു ചായയും സ്നാക്സും കഴിച്ചു. പിന്നെ വേറൊന്നും കഴിച്ചില്ല, കാരണം വയറിലൊക്കെ ഗ്യാസ് കയറിയിട്ട് അധികം സംഭവങ്ങളൊന്നും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫൈനലി ഞാൻ നമ്മുടെ വീടെത്തിയേക്കാണ്. ആ എത്തിയതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു.
ചച്ചുതേ അവിടെ നോക്കി നിൽക്കണ്ട, ചച്ചു നിൽക്കണ്ട, അമ്മയും നിൽക്കണ്ട കേട്ടോ, നമ്മൾ നോക്കി നിൽക്കണ്ട അവിടെ. നമ്മൾ ഫുഡും പിന്നെ ജീതുവിനെയും കൊണ്ടുവന്ന് വിട്ടിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി ലേറ്റായിട്ട് വന്നത്. ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്താനായിട്ട്. അപ്പോൾ ഞാൻ ചച്ചുവിനെ കാണാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ചച്ചു ഇല്ലാതെ മാറി നിൽക്കണത് 2 ദിവസത്തേക്ക്. അപ്പം നമ്മുടെ ഗോവൻ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ ബൈ.